So next is 80486. So 8086, 286, then 386, then 486. So 80486 is advanced version of 80386, which is also a 32-bit processor, also named as i486, was introduced in 89. It's an improved version of 80386 that contains an 8 kilobyte cache and 80387 arithmetic coprocessor. അപ്പോൾ അതായത് എന്താ മനസ്സിലാക്കേണ്ടത്, 386ന്റെ കൂടെ എന്ത് വേണം, പ്രോസസർ എക്സ്റ്റൻഷൻ റിക്വസ്റ്റ് ഉപയോഗിച്ചിട്ട് we were connecting 387 co-processor for floating point operation. Floating point operation means complex arithmetic operation ആണ് floating point operation ഉള്ളത്. So for supporting floating point operation in the case of 80386, we needed a co-processor called 80387. അതുപോലെ ക്യാഷ് മെമ്മറി ഉണ്ടായിരുന്നില്ല. ക്യാഷ് മെമ്മറി എന്നുള്ളത് ഇറ്റ് വാസ് നോട്ട് L1 ക്യാഷ് എന്നുള്ളത്, there are two types of cache, L1 and L2. L1 cache means the cache memory residing inside the processor is called L1 cache. The cache memory residing outside the chip is called L2 cache. So in the case of 80486, the two major improvements are the coprocessor is inbuilt. The coprocessor is inbuilt in the IC. അതുപോലെ it supports a 8 kilobyte cache memory. 8 KB cache memory എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഷൻ സ്പീഡ് കൂട്ടാനായിട്ട് cache memory യൂസ് ചെയ്യാം. So 8 KB cache memory will increase the speed of the processing. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പാരിസൺ ആണ്. ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവും 80486 ഹാസ് മോർ ഫങ്ഷണൽ യൂണിറ്റ്സ്, അതായത് ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ CPU സ്പീഡ് കൂടുതലാണ്. CPU സ്പീഡ് കൂടുതലാകുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി കൂടുന്തോറും നമ്പർ ഓഫ് ക്ലോക്ക് പൾസ് കൂടുന്നു. നമ്പർ ഓഫ് ക്ലോക്ക് പൾസ് പെർ സെക്കൻഡ് കൂടുമ്പോൾ നമ്പർ ഓഫ് ഓപ്പറേഷൻ കൂടുന്നു. സോ പെർ സെക്കൻഡ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് കൂടുന്നു. സോ ദി CPU വർക്ക്സ് in high speed, in more speed than 80386. അതുപോലെ ഓൺ ചിപ്പ് ക്യാഷ് ഉണ്ട്. ഓൺ ചിപ്പ് ക്യാഷ് 8 KB ഉണ്ട്. കൂടാതെ ഓഫ് ചിപ്പ് ക്യാഷ് കൂടി സപ്പോർട്ട് ചെയ്യും, അതായത് L2 ക്യാഷും സപ്പോർട്ട് ചെയ്യും. ആൻഡ് ദി പൈപ്പ് ലൈനിങ് സ്റ്റേജ് ഈസ് ഇംപ്രൂവ്ഡ്. പൈപ്പ് ലൈനിങ് എന്നുള്ളത് നമുക്കറിയാം പാരലൽ പ്രോസസ്സിംഗ് ആണ്. പാരലൽ പ്രോസസ്സിംഗ് എന്നുള്ളത് തൊട്ട് മുമ്പുള്ള ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് എന്നുള്ളത് ഓവർലാപ്പ് ചെയ്യുന്നു. സാധാരണ 885 ആണെങ്കിൽ ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നെ 886 ആകുമ്പോഴേക്കുന്നുണ്ട് ഫെച്ച് ക്യൂ എന്തായി, ഒരു പൈപ്പ് ലൈനിങ്, അതായത് 6 ബൈറ്റ് പ്രീ ഫെച്ച് ക്യൂ ആയി. അതായത് എന്താണ്, ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് കൊടുക്കുമ്പോഴേക്കും അടുത്ത ഇത് എന്ത് ചെയ്യും, ഫെച്ച് ചെയ്യുന്നു. ഒരു പൈപ്പ് ലൈനിങ് ആയി, ഒരു പാരലൽ ആയിട്ട് രണ്ട് ഓപ്പറേഷനായി. പിന്നെ 80386 ആകുമ്പോൾ കണ്ടു എന്താണ്, അതിനകത്ത് ഡീകോഡഡ് ക്യൂ ഉണ്ട്, പ്രീ ഫെച്ച് ക്യൂ ഉണ്ട്, 16 ബൈറ്റ് പ്രീ ഫെച്ച് ക്യൂ ഉണ്ട്. അതുകൂടാതെ 3 ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ക്യൂ ഉണ്ട്. അതായത് എക്സിക്യൂഷൻ താമസം വരികയാണെങ്കിൽ ബിഫോർ എക്സിക്യൂഷന് വേണ്ടി ഒരു ക്യൂ ഫോം ചെയ്യുന്നു. അതായത് ഡീകോഡ് ഇൻസ്ട്രക്ഷൻ്റെ ക്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വൈകുമ്പോഴേക്കും അല്ലെങ്കിൽ സമയം എടുക്കുകയാണെങ്കിൽ ആ സമയം കൊണ്ട് ഫെച്ചിങ് നടക്കുന്നുണ്ട്, സെയിം ടൈം തന്നെ ഡീകോഡിങ് നടക്കുന്നുണ്ട്. സോ വി ഹാവ് പ്രീ ഫെച്ച് ക്യൂ ആൻഡ് ഡീകോഡഡ് ക്യൂ. അപ്പോൾ അതിൻ്റെ പൈപ്പ് ലൈൻ സ്റ്റേജ് കൂട്ടുന്തോറും ഇതിനകത്ത് 5 സ്റ്റേജ് പൈപ്പ് ലൈനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇൻക്രീസസ് ദി സ്പീഡ്. അത് പാരലൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ പ്രോസസ്സിംഗ്. ഒരു ഇൻസ്റ്റൻറ്റിനകത്ത് നോക്കുമ്പോൾ ആ ഇൻസ്റ്റൻറ്റിനകത്ത് എന്തൊക്കെ നടക്കണ്ടാവും, ഫെച്ചിങ് നടക്കണ്ടാവും, ഡീകോഡിങ് നടക്കണ്ടാവും, എക്സിക്യൂഷൻ നടക്കണ്ടാവും. മൂന്നും ഓവർലാപ്പ് ചെയ്യാണ്. അതാണ് പൈപ്പ് ലൈൻ എന്നുള്ളത്. സോ പൈപ്പ് ലൈനിങ് ഇൻക്രീസസ്, സ്റ്റേജ് കൂടുന്നു. ദെൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് 8 KB ക്യാഷ് എന്ന് പറഞ്ഞു. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് മീൻസ് കോ-പ്രോസസർ ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ ചെയ്യാനുള്ള യൂണിറ്റ് ഇൻ്റഗ്രേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻബിൽഡ്. അതുകൊണ്ട് എന്താണ്, ദർ ഇസ് നോ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ഔട്ട്സൈഡ് പ്രോസസർ.
എന്താണെങ്കിലും ഒരു എക്സ്റ്റേണൽ ചിപ്പായിട്ട് പ്രോസസ് ചെയ്യുമ്പോൾ ഇറ്റ് നീഡ്സ് സിഗ്നൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോ ഇറ്റ് വിൽ ബിക്കം സ്ലോ. ആ ഒരു സ്ലോ പ്രോസസ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ഇതിനകത്ത് തന്നെ കോപ്രോസർ വയ്ക്കുമ്പോൾ ദർ ഈസ് ഇംപ്രൂവ്മെന്റ് ഓഫ് സ്പീഡ്. അവർ മെമ്മറി സെഗ്മെന്റേഷനും പേജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നു, അത് ഇംപ്രൂവ് ടൈപ്പ് ആണെന്ന് പറയുന്നു. ദെൻ പൈപ്പ്ലൈൻ സ്റ്റേജസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഓവറോൾ ദ പെർഫോമൻസ് ബിക്കംസ് ബെറ്റർ ഫോർ 80486. ഓക്കെ, ഇതൊരു ബ്ലോക്ക് ഡയഗ്രാമാണ്. സോ ദീസ് ഹാവ് ഓൾ ദി ഫീച്ചേഴ്സ് ഓഫ് 80386. റിയൽ മോഡിൽ വർക്ക് ചെയ്യും, ഇറ്റ് വർക്ക്സ് ഇൻ പ്രൊട്ടക്റ്റഡ് മോഡ്, ഇറ്റ് വർക്ക്സ് ഇൻ വിർച്വൽ മോഡ്. അതുപോലെ ഫ്രം 80486 we were able to use install operating system such as വിൻഡോസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരുന്ന കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രോസസ്സറാണ് 80486 എന്നുള്ളത്. ഇതിനകത്ത് 80386 എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കൂടാതെ ഇൻബിൽറ്റ് ക്യാഷ് ഉണ്ട്, മെമ്മറി പേജിംഗ്, മെമ്മറി സെഗ്മെന്റേഷൻ, വിർച്വൽ മെമ്മറി സപ്പോർട്ട് etc. are performed better. Okay, pin diagram not so important. Common units of architecture. സാധാരണ പോലെ തന്നെ കോഡ് പ്രീഫെച്ച് യൂണിറ്റ്, 16 ബൈറ്റ് കോഡ് ക്യൂ ഉണ്ട് ലൈക്ക് 386. ഇൻസ്ട്രക്ഷൻ ഡീകോഡ് അതിനകത്തും ഡീകോഡിങ് ക്യൂ ഉണ്ട്. പ്രീഫെച്ച് ക്യൂവിനകത്തുനിന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഡീകോഡ് ചെയ്യുന്നു, എന്നിട്ടത് എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് പാസ് ചെയ്യുന്നു. എക്സിക്യൂഷൻ യൂണിറ്റിനകത്ത് എന്തെങ്കിലും താമസം വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ഡീകോഡഡ് ക്യൂ. സെഗ്മെന്റേഷൻ യൂണിറ്റ് ഉണ്ട്, പേജിംഗ് യൂണിറ്റ് ഉണ്ട്. പുതിയ യൂണിറ്റാണത് ക്യാഷ് യൂണിറ്റ്. ക്യാഷ് യൂണിറ്റിനകത്ത് 4-way സെറ്റ് അസോസിയേറ്റഡ് മാപ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. we have seen earlier about the cache memory mappings. അപ്പോൾ അതിനകത്ത് അസോസിയേറ്റീവ് മാപ്പിംഗ് ഉണ്ട്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ഉണ്ട്. ഇതിനകത്ത് ബെറ്റർ വൺ ഈസ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ആൻഡ് സോ ഇറ്റ് യൂസസ് ദാറ്റ് ടൈപ്പ്. ഓക്കെ, ഇൻറ്റിജർ യൂണിറ്റ് ഉണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദി ഓപ്പറേഷൻ ഈസ് ഇൻറ്റിജർ ഓർ ഫ്ലോട്ടിംഗ് പോയിന്റ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഇറ്റ് സ്ട്രേറ്റ് അവേ transfers the operation to floating point unit. So to identify whether the operation is integer or floating point, integer unit is made use of. Okay, അപ്പോൾ ഇതൊക്കെയാണ് 80486 ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിരിക്കുക. Then write about the features and then need to know about the different modes of operation: real mode, protection mode, virtual mode. Okay.